തൃശൂർ പൂരത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ തലത്തിൽ ഒരുക്കുന്ന തൃശൂർ പൂരം പ്രദർശനം സംഘാടക മികവ് കൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമാകുന്നു. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 61ാമത്തെ പ്രദർശനമാണ് ഇത്തവണത്തേത്. പൂരം പോലെ തന്നെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നതാണ് ഓരോ പൂരം പ്രദർശനവും. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലായി വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടത്തിവരുന്ന അഖിലേന്ത്യാ കാർഷിക വ്യവസായ വിദ്യാഭ്യാസ പ്രദർശനമാണ് തൃശൂർ പൂരം പ്രദർശനം. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വദേശി പ്രദർശനമായിരുന്നു ആദ്യം. സ്വാതന്ത്ര്യാനന്തരം നഗരസഭയും പിന്നീട് ദേവസ്വങ്ങളും പൂരം പ്രദർശനം ഏറ്റെടുത്തു. 1964 ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആദ്യ പ്രദർശനം നടന്നത്. പൂരം നടത്തിപ്പിനായി ഇരു ദേവസ്വങ്ങളും 2.5 കോടിയോളം രൂപ വീതം കണ്ടെത്തേണ്ടതുണ്ട്. പൂരത്തിന് വരുന്ന ചിലവിന്റെ നല്ലൊരു ഭാഗവും ഈ പ്രദർശനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കോവിഡ് മൂലം 2 വർഷം പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നതൊഴിച്ചാൽ ദേവസ്വങ്ങൾ ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി പൂരപ്രദർശനം വിജയകരമായി തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം 180-ൽ പരം സ്റ്റാളുകളും 70-ലധികം പവലിയനുകളുമാണ് പ്രദർശന നഗരിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും പവലിയനുകൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ കീഴിലും വിവിധ സ്ഥാപനങ്ങളുടെ വിവരാധിഷ്ഠിത സ്റ്റാളുകളും പവലിയനിലുണ്ട്. ഗുണ കേവ് അടക്കമുള്ള നിരവധി പുതുകാഴ്ചകൾ ഇത്തവണ പ്രദർശന നഗരിയിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ പവലിയനുകൾ കൂടി പൂർത്തീകരിക്കുന്നതോടെ പ്രദർശന നഗരി പൂർണ്ണ സജ്ജമാകുമെന്നും എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് എ രാമകൃഷ്ണനും ജോയിന്റ് സെക്രട്ടറി എം രമേശും പറഞ്ഞു. സ്റ്റാളുകളൊക്കെ നമ്മുടെ എല്ലാം ഫുള്ളാണ്. എല്ലാം നന്നായി നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു ഗ്ലോബിൻ്റെ ഒരു പരിപാടിയുണ്ട്. അതാദ്യമായിട്ടാണ് പൂരം എക്സിബിഷനിൽ വരുന്നത്. അതായത് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണാട വെച്ചുകൊണ്ടൊരു സാധനത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ട്രെയിനിൻ്റെ അടിയിൽ കൂടെ പോവുക, വെള്ളത്തിൽ കൂടെ പോവുക, അങ്ങനത്തെ ഒരു പരിപാടി. അത് നിന്നുകൊണ്ട് കാണാം. അത് ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു സാധനമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ചൈനീസ് ആൾക്കാർ വരുന്നു എന്നാണ് അവർ നമ്മുടെ അടുത്ത് പറയണത്. അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഇന്നോ നാളായിട്ട് സാധനം എത്തും. അപ്പോൾ ഏകദേശമൊക്കെ 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് കറക്റ്റ് എല്ലാം ആവും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള നിരവധി വിനോദ ഉപാധികളും കൂടുതലായി ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ പ്രവേശന ടിക്കറ്റ് നിരക്ക് 35 രൂപയും പൂരത്തിന്റെ 3 ദിവസം 50 രൂപയുമാണ്. കൂടാതെ പ്രദർശനം കാണാനെത്തുന്നവർക്കായി ദിവസവും വൈകുന്നേരങ്ങളിൽ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. പൂരം പ്രദർശനം മെയ് 22 വരെ നീണ്ടുനിൽക്കും. ഫെസ്റ്റിവൽ ഡെസ്ക് GCV.